ഹായ് കൂട്ടുകാരെ, സുഖാണോ? എൻ്റെ കയ്യിൽ നിങ്ങളൊരു ബോൾ കണ്ടു അല്ലേ? നമ്മളൊരു ചിത്രകാരനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഷേപ്പിന് എന്താണ് പ്രത്യേകത ഉള്ളത്? അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ചിത്രകാരന് ഇതൊരു 3D ഷേപ്പാണ്. 2D അല്ല, 3D ഷേപ്പ്. അപ്പോൾ ഒരു 3D ചിത്രം നമ്മൾ എങ്ങനെ വരയ്ക്കും? ഞാൻ ഈ ബോളല്ല വരയ്ക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഞാൻ വ്യത്യസ്തമായ ഒരു 3D ചിത്രം വരച്ച് കാണിക്കുകയാണ്. 3D ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ പറയാം. ഒന്നാമത്തെ കാര്യം വര തന്നെയാണ്. ഏത് തരം വരകളാണ്, എവിടെയാണ് വരയ്ക്കേണ്ടത്, എങ്ങനെ വരയ്ക്കണം എന്നുള്ളത് പ്രധാനമാണ്. രണ്ടാമത്തത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പരിചയപ്പെട്ടതാണ് ഷെയ്ഡിങ്. ആ ഷെയ്ഡിങ്ങിനും പ്രത്യേകത ഉണ്ട്. സാധാരണ ഒരു ഒബ്ജക്റ്റ് വരച്ച് ഷെയ്ഡ് ചെയ്യുന്ന പോലെയല്ല 3D ഒബ്ജക്റ്റ് ഷെയ്ഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഷെയ്ഡിങ്ങിലും ശ്രദ്ധിക്കാനുണ്ട്. മൂന്നാമത്തെ കാര്യം, നിങ്ങൾ വരച്ച ചിത്രം നിങ്ങൾ എവിടുന്ന് നോക്കുന്നു എന്നുള്ളത് 3D ഒബ്ജക്റ്റിന് പ്രധാനമാണ്. നമ്മൾ വരയ്ക്കുമ്പോൾ ഏത് വ്യൂവിലാണോ ആ 3D ഒബ്ജക്റ്റ് കണ്ടിരുന്നത്, അതേ വ്യൂവിൽ നിന്നുകൊണ്ട് തന്നെ ആ ചിത്രം കാണുന്ന ആളും നോക്കണം. അപ്പോഴേ നമ്മുടെ ആ 3D ചിത്രത്തിൻ്റെ പെർഫെക്ഷൻ കിട്ടുള്ളൂ. നമുക്കിന്നൊന്ന് വരച്ച് നോക്കാം അല്ലേ? അപ്പോൾ കൂടെ വരച്ചാൽ നന്നാവും. എല്ലാവരും പേപ്പറും പെൻസിലും എടുത്ത് റെഡിയാവുക. എന്നിട്ട് തുടർന്ന് വീഡിയോ കാണുക. അപ്പോൾ റെഡിയല്ലേ? ഓക്കെ.
3D ഒബ്ജക്റ്റ് ഇപ്പോൾ പൂർത്തിയായി, വരച്ച് പൂർത്തിയായി. ഇപ്പോൾ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു ഇതിലെ വ്യൂ പ്രധാനമാണ്. ഞാനിപ്പോൾ നിങ്ങളെ ഈ കാണിക്കുന്ന ഒരു വ്യൂവിൽ പെർഫെക്ഷൻ കിട്ടില്ല ചിത്രത്തിൻ്റെ. ഇത് ഏത് വ്യൂവിലാണോ നമ്മൾ വരച്ചത് ആ വ്യൂവിൽ തന്നെ നിങ്ങളെ കാണിക്കാം. അത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ചിത്രത്തിൻ്റെ പെർഫെക്ഷൻ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാവും. അപ്പം നിങ്ങളൊക്കെ വരച്ച ചിത്രം നിങ്ങളൊന്ന് നിങ്ങൾ ഉദ്ദേശിച്ച അതേ വ്യൂവിലൊന്ന് വെച്ച് നോക്കുക. ഇനി ആരുടെയും ചിത്രം നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയില്ല തോന്നിയിട്ട് ടെൻഷൻ ആവണ്ട. വീണ്ടും വീണ്ടും ട്രൈ ചെയ്യുക. ഈ വീഡിയോ നോക്കി നിങ്ങൾ വീണ്ടും വീണ്ടും ട്രൈ ചെയ്യുക. തീർച്ചയായും നിങ്ങൾക്ക് ഇതുപോലെ വരയ്ക്കാൻ കഴിയും, ഇതിനേക്കാൾ ഭംഗിയായിട്ട് വരയ്ക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ല നല്ല ചിത്രങ്ങൾ വരയ്ക്കുക, വീട്ടിൽ സേഫായിട്ടിരിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോട് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ദയവ് ചെയ്ത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് പേരിലേക്ക് നമ്മുടെ ഈ വീഡിയോ എത്തേണ്ടതുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, വീണ്ടും കാണാം. താങ്ക്